ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആർ.ജെ. ബിൻസിയുടെയും അപ്പാനിയുടെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആർ.ജെ. ബിൻസിയും അപ്പാനിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പാനി ചെയ്ത ഒരു ആക്ഷനാണ് വിവാദത്തിന് കാരണമായത്. അതായത് ആക്സിഡന്റലി സംഭവിച്ച ഒരു കാര്യമായിരിക്കാം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് ഇത്രയും ക്യാമറ ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇവരിങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട്. യൂട്യൂബേഴ്സിനെയൊക്കെ പോലീസ് വിളിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. ആർ.ജെ. ബിൻസിയുടെയും അപ്പാനിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എന്റെ ഭാഗത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. കാര്യം ഞാനല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യണമെന്നാണ്. ഞാൻ ഓൾറെഡി അതിന്റെ ആ ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്റെ തമ്മിൽ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് എന്നെ മാത്രമല്ല പോലീസുകാർ വിളിച്ചത്, ബാക്കി ഇതിട്ട് എല്ലാ യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് മാറ്റണം എന്ന് തന്നെയാണ് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കുറെ ആളുകൾ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ അവർ പരസ്പരം തീരുമാനിച്ചിരുന്നു ഒരിക്കലും ഈ വീഡിയോ പുറത്തു വിടില്ല. എന്നാൽ ആരോ ഒരാൾ ഈ വീഡിയോ പുറത്തു വിട്ടു. ഇത് ഷൂട്ട് ചെയ്ത് രണ്ടുപേര് അതിന്റെ സാഹചര്യം പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തു. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാർ എല്ലാവരും അനുസരിച്ചു. ആ ഡ്രൈവ് സീറ്റിൽ ഇരിക്കുന്ന വിനു എന്ന് പറയുന്ന പുള്ളിയും ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, ഈ വീഡിയോ ഷൂട്ട് ചെയ്ത പുള്ളി പറയുന്നത് ഇത് ആക്സിഡന്റലി സംഭവിച്ചതാണ്, ഇതൊരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്നാണ്. അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടാം. ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കിന്നിൽ തൊടും, അറിയാതെ ദേഹത്ത് തൊടും. ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വെറി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം. പക്ഷെ അത് കൈകൊണ്ട് എന്തോ ഒരു സംഭവം അല്ല, അതിപ്പം അത് മനഃപൂർവ്വം ആവണമെന്നില്ലെന്നേ. ഇപ്പൊ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്ക് നമ്മളിപ്പോ തൊട്ട് കമന്റിലൊക്കെ ചില ആളുകൾ പറയുന്നത് അവർ ബിഗ് ബോസിനകത്തും ഇങ്ങനെ തന്നെയായിരുന്നു, പുറത്തു വന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പാനി മാരീഡാണ്, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ ഇത് നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇവരെ ഡിസ്റ്റൻസ് പാലിക്കണമെന്നാണ് കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇവരൊരു ലവ് ട്രാക്ക് പിടിക്കുന്നതായിട്ട്. പക്ഷെ എനിക്ക് അപ്പാനി മാരീഡാണെന്ന കാര്യം അറിയില്ലായിരുന്നു. പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതൊരു പക്ഷെ PR ആയിരുന്നെങ്കിൽ പല ആർ.ജെ. ബിൻസിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിനുവിനെ PR ഏൽപ്പിച്ചെന്ന് വെച്ചുകൊണ്ടാൽ നിന്നേനെ. അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ്, അയാൾ ഫ്രസ്ട്രേഷൻ കളിക്കണം. ബിൻസി ഇപ്പോ അനുമോൾക്കെതിരെ ഏകദേശം 10-25 ഇന്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്ത് കാണും. അതായത് അതിലെല്ലാം അനുമോളെ കുറിച്ച് കുറ്റം പറയുവാണ്. ബിൻസി ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ പോയിട്ട് PR കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജയിക്കാൻ പറ്റില്ല, അവിടെ ഗെയിം കളിക്കണം. ബിൻസിയുടെ ഗെയിം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ബിൻസി എവിക്റ്റ് ആയത്. ഇനിയെങ്കിലും അത് അംഗീകരിക്കണം. കാരണം നല്ലൊരു കണ്ടന്റും ബിൻസി അവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾ പേഴ്സണലി സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് പുറത്തിട്ടത് തെറ്റ് തന്നെയാണ്. അത് ആര് ചെയ്താലും അവർ ചെയ്തത് തെറ്റാണ്. അവർക്കെതിരെ കേസ് കൊടുക്കണം. അത് റിയാക്ട് ചെയ്ത ആളുകൾക്കെതിരെയല്ല, അത് ആരിട്ടോ അവർക്കെതിരെ കേസ് കൊടുക്കണം. അതാണ് ശരി. അപ്പാനി ബിൻസിയുടെ പുറകിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. അതായത് പെട്ടെന്ന് കൈയെടുത്ത് മാറ്റി, അത് ഉറപ്പിച്ച് അത് അറിഞ്ഞുകൊണ്ട് ചെയ്താന്ന് പറയാൻ പറ്റത്തില്ല. ആക്സിഡന്റലി സംഭവിച്ചതായിരിക്കാം. അതൊന്നും അറിയാതെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വ്യൂസ് നേടുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. അത് ചെയ്ത് ആരാണെങ്കിലും ബിൻസി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും. ശാരിക കുറച്ച് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഇന്റർവ്യൂ എനിക്ക് നല്ല രീതിയിൽ കലിപ്പ് വന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതായത് അതിന്റെ അകത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ബിഗ് ബോസിനാണ് എന്റെ പണി കിട്ടിയെന്ന് ഞാൻ പറയും. അവർ 25 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 12 പേര് മാത്രമേ ഉള്ളൂ ബ്രില്യന്റ് ആയിട്ട് മനസ്സിലാവും. അവരൊക്കെ പുറത്തുപോയി, ബാക്കി നിൽക്കുന്ന കുറെ എണ്ണം മരവാടകളാണ്. ഇപ്പൊ തന്നെ ഒരു വ്യൂവർ എന്ന നിലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ബ്രിക്ക് ചെയ്യാൻ പറ്റുമോ? ഇത്ര നല്ല കണ്ടസ്റ്റന്റ് ആണ് 5 ടോപ്പ് 5 നിൽക്കുന്നത്. ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എത്ര കണ്ടസ്റ്റന്റ് ഉണ്ട് ഇപ്രാവശ്യം സീസണിൽ? ബിഗ് ബോസിൽ ശാരി കൊടുത്ത കണ്ടന്റ് ഏതാണെന്നറിയോ? ഇതാണ് ഏറ്റവും വലിയ കണ്ടന്റ്. ഈ കണ്ടന്റ് വെച്ചിട്ടാണ് ബിഗ് ബോസ് റൺ ചെയ്തതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാനത് കാണിച്ചു തരാം. ശാരിക ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ബിഗ് ബോസ് മലയാളികളെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. ഇപ്പോൾ 7 സീസണായി, ഇനി 8ാമത്തെ സീസൺ വരാൻ പോവാണ്. അവർക്കറിയാം അവിടെ ആരാണ് ഏറ്റവും നല്ലപോലെ ഗെയിം കളിക്കുന്നത്, അവിടെ ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടതെന്ന്. ശാരിക അവിടെ നന്നായിട്ട് ഗെയിം കളിച്ചില്ല, അതുകൊണ്ടാണ് ശാരിക പുറത്തായത്. അത് ശാരിക ഇനിയെങ്കിലും അംഗീകരിക്കണം. കാരണം വ്യക്തമായിട്ടുള്ള രീതിയിൽ ആളുകൾ പറയുന്നുണ്ട് ശാരിക അവിടെ ഗെയിം കളിച്ചിട്ടില്ല. ശാരിക അവിടെ പോയപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്ത് ശാരിക ഉയർന്നില്ല. അത് സത്യം തന്നെയാണ്. ആ വീഡിയോ ഒരെണ്ണം എന്റെ ഉണ്ട്. ഇതാണ് ആ വീഡിയോ, ഒറിജിനൽ ഫൂട്ടേജ് നമ്മുടെ ഉണ്ട്. ഈ വീഡിയോ ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല. കാരണം ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തു. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ വീഡിയോ വന്ന് ഒളിച്ചെടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. വളരെ മാന്യതയില്ലാത്ത ആളുകൾ മാത്രമേ അത് ചെയ്യുള്ളൂ. അത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അവരെ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുടുംബമുണ്ട്. അവരുടെ കുടുംബത്തിലേക്ക് ഇത് ബാധിക്കുമ്പോഴത്തേനും അവരെങ്ങനെ ഫേസ് ചെയ്യുമെന്നും കൂടെ ഓർക്കണം. അങ്ങനെ ഓർത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.